+2 പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ അധ്യായമായിട്ടുള്ള ശീതസമര കാലഘട്ടം എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായും ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ചില സംഭവ വികാസങ്ങളാണ്. ചരിത്രത്തിലും അതുപോലെ ലോക രാഷ്ട്രീയത്തിലും ഉണ്ടായിട്ടുള്ള ചില സംഭവ വികാസങ്ങളാണ്. ഇതിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാൻ വരുന്നതാണ് ശീതസമരത്തെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഈ ശീതസമരത്തെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവിടെ അറിഞ്ഞിരിക്കേണ്ട രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യമൊന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അതിന്റെ ഇയറും അതുപോലെ ആരൊക്കെ തമ്മിലായിരുന്നു യുദ്ധം ഉണ്ടായെന്നുള്ളതും. അപ്പൊ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നത് പോലെ ഈ രണ്ടാം ലോക മഹായുദ്ധം നടന്നത് 1939 മുതൽ 1945 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു. 1939 മുതൽ 1945 വരെ. ഇനി ഈ യുദ്ധം നടന്നിട്ടുള്ളത് രണ്ട് ചേരികൾ അല്ലെങ്കിൽ രണ്ട് ലോക ശക്തികൾ തമ്മിലായിരുന്നു യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നു. അതായത് സഖ്യശക്തികളും അതുപോലെ അച്ചുതണ്ട് ശക്തികളും. അതിൽ ഈ സഖ്യശക്തികൾ വരുന്നത് സോവിയറ്റ് യൂണിയൻ, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് ഇവരാണ് മെയിനായിട്ടും സഖ്യശക്തികൾ വരുന്നത്. ഇനി അച്ചുതണ്ട് ശക്തികൾ വരുന്നത് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ ഇവരാണ് മെയിനായിട്ടും അച്ചുതണ്ട് ശക്തികൾ വരുന്ന രാജ്യങ്ങൾ. അപ്പോൾ ഇവർ തമ്മിൽ നടന്ന യുദ്ധമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം 1939 മുതൽ 1945 വരെ. അങ്ങനെ ഈ യുദ്ധത്തിന് ശേഷം നിങ്ങൾക്കറിയാവുന്ന പോലെ ഇതിൽ വിജയിച്ചത് സഖ്യശക്തികളായിരുന്നു. ഈ യുദ്ധത്തിന് ശേഷം ഉണ്ടായ കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ടും പഠിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് വരുന്നതാണ് എന്താണ് ശീതസമരം എന്നുള്ളത്. അങ്ങനെ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തെ രണ്ട് ചേരികൾ ഉത്ഭവിക്കുകയുണ്ടായി. ഒന്നാണ് അമേരിക്കൻ ചേരി, മറ്റൊന്ന് സോവിയറ്റ് ചേരി. അപ്പൊ ഈ രണ്ട് രാജ്യങ്ങൾക്കും കീഴിൽ മറ്റ് ചില ചെറു രാജ്യങ്ങളും അണിനിരക്കുകയുണ്ടായി. അങ്ങനെ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ആശയപരമായ ഒരു സംഘടനം അല്ലെങ്കിൽ യുദ്ധമാണ് ശീതസമരം അല്ലെങ്കിൽ ശീതയുദ്ധം എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇവരൊരിക്കലും ആയുധം ഉപയോഗിച്ചുള്ള യുദ്ധമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്, പകരം ആശയങ്ങൾ ഉപയോഗിച്ചുള്ള യുദ്ധമായിരുന്നു. അതുകൊണ്ടാണ് ഇത് അറിയപ്പെടുന്നത് ശീതയുദ്ധം എന്നൊക്കെ പേരിൽ അറിയപ്പെടാൻ കാരണം ഇതുകൊണ്ടാണ്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ അമേരിക്കൻ സോവിയറ്റ് ചേരികൾക്കിടയിൽ നിലനിന്നിരുന്ന മത്സരങ്ങളെയും അതുപോലെ സംഘർഷങ്ങളെയും സൂചിപ്പിക്കാനാണ് നമ്മൾ ഈ ശീതസമരം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ശീതസമരത്തിന്റെ ഭാഗമായിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രാദേശിക അടിസ്ഥാനത്തിലെ പല സംഘർഷങ്ങൾ നിലനിന്നിരുന്നു. പക്ഷെ ഒരിക്കലും ഒരു ഹോട്ട് വാർ അല്ലെങ്കിൽ ഒരു ഉഷ്ണ യുദ്ധത്തിലേക്ക് മാറിയിരുന്നില്ല. അതായത് ഒരു ആയുധ യുദ്ധത്തിലേക്ക് ഒരിക്കലും ഈ ഒരു ശീതസമരം മാറിപ്പോയില്ല. പിന്നെ മറ്റൊന്ന്, ഈ ശീതസമരം അല്ലെങ്കിൽ ശീതയുദ്ധം എന്നുള്ളത് കേവലം ഒരു സൈനിക രംഗത്തുള്ള ശത്രുതയ്ക്കപ്പുറം അവിടെ ഒരു പ്രത്യയശാസ്ത്രപരമായ ആശയങ്ങൾ തമ്മിലുള്ള ഒരു മത്സരം കൂടിയായിരുന്നു. കാരണം അമേരിക്ക നേതൃത്വം നൽകുന്ന മുതലാളിത്ത ചേരി, ഞാൻ പറഞ്ഞ രണ്ട് ചേരി ഉണ്ടായിരുന്നു, അമേരിക്കൻ ചേരിയും സോവിയറ്റ് ചേരിയും. അതിൽ ഈ അമേരിക്ക നേതൃത്വം നൽകുന്ന ചേരി മുതലാളിത്ത ചേരി എന്നറിയപ്പെട്ടു. കാരണം അവർ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം മുതലാളിത്തമായിരുന്നു. മറ്റത് സോവിയറ്റ് യൂണിയൻ നേതൃത്വം നൽകിയിരുന്ന ചേരി വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം കമ്മ്യൂണിസമായിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സൈനിക പരമായിട്ടുള്ള എതിർപ്പ് മാത്രമല്ല, മറിച്ച് രണ്ട് പ്രത്യയശാസ്ത്രം തമ്മിലുള്ള എതിർപ്പ് കൂടിയാണ് വരുന്നത്. അമേരിക്ക നേതൃത്വം നൽകുന്ന മുതലാളിത്ത പ്രത്യയശാസ്ത്രവും അതുപോലെ സോവിയറ്റ് യൂണിയൻ നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം തമ്മിലുള്ള ഒരു മത്സരം കൂടിയായിരുന്നു ഈ ശീതസമരം. ഇനി ഈ ശീതസമരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമാണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി. അതായത് അമേരിക്കൻ തീരത്തോട് അടുത്ത് കിടക്കുന്ന ഒരു ചെറിയൊരു ദ്വീപ് രാഷ്ട്രമാണ് ക്യൂബ. അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നു നിലനിന്നിരുന്നത്. അപ്പോൾ 1961 ഏപ്രിലില് അവിടെ ഈ സോവിയറ്റ് യൂണിയൻ ചെറുതായിട്ടൊരു ഭയപ്പെടുകയുണ്ടായി. അമേരിക്ക ഈ സോവിയറ്റ് ഭരണത്തിന് കീഴിലുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലുള്ള ക്യൂബയെ ആക്രമിക്കാൻ പോകുന്നുണ്ട് ഒരു വാർത്ത അവിടെ പരക്കുകയുണ്ടായി. ആക്രമിക്കുക മാത്രമല്ല, അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഫിദൽ കാസ്ട്രോയെ പുറത്താക്കുമെന്ന് ഈ സോവിയറ്റ് ചേരി ഉത്കണ്ഠപ്പെടുകയുണ്ടായി. കാരണം ഈ ക്യൂബ സോവിയറ്റ് യൂണിയന്റെ ഒരു ഭാഗമായിരുന്നുകൊണ്ട് അവർക്ക് ഈ കക്ഷിയിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് അതുപോലെ നയതന്ത്രപരമായിട്ടുള്ള സഹായങ്ങളൊക്കെ ഈ ക്യൂബയ്ക്ക് സോവിയറ്റ് ചേരിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ക്യൂബയെ അമേരിക്ക ആക്രമിക്കുമെന്നും അതുപോലെ ക്യൂബയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഫിഡൽ കാസ്ട്രോയെ അമേരിക്ക പുറത്താക്കുമെന്ന് ഈ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ സോവിയറ്റ് ചേരി ഉത്കണ്ഠപ്പെടുകയുണ്ടായി. അങ്ങനെ 1962 റഷ്യയുടെ പ്രസിഡന്റ് ആയിരുന്ന, ആ സമയത്ത് റഷ്യയുടെ പ്രസിഡന്റും അതുപോലെ ഈ സോവിയറ്റ് ചേരിയുടെ നേതാവുമായിരുന്ന നികിത ക്രൂഷ്ചേവ്
നികിത ക്രൂഷേവ് ഈ ക്യൂബ എന്ന് പറയുന്ന ഈ ചെറിയ ദ്വീപ് രാഷ്ട്രത്തെ റഷ്യയുടെ ഒരു സൈനിക താവളമാക്കാൻ തീരുമാനിച്ചു. കാരണം അമേരിക്ക ഈ ക്യൂബയെ ആക്രമിക്കുന്നൊരു ഉത്കണ്ഠ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റഷ്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള നികിത ക്രൂഷേവ് ഈ സോവിയറ്റ് യൂണിയൻ സഹായം നൽകുന്ന ക്യൂബയെ ഇവരുടെ ഈ റഷ്യയുടെ സൈനിക താവളമാക്കാൻ തീരുമാനിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് 1962 ഇദ്ദേഹം ക്യൂബയിൽ ഒരുപാട് ആണവ മിസൈലുകൾ സ്ഥാപിക്കുകയുണ്ടായി. അപ്പൊ ശരിക്കും അത് അമേരിക്ക ഒരു ഭീഷണിയാണ്. കാരണം അമേരിക്ക തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് ക്യൂബ. അങ്ങനെ ഇവരുടെ ഈ ഒരു പരിധിയിലെ സോവിയറ്റ് യൂണിയന്റെ ആക്രമണ പരിധിയിലാണ് ഇപ്പൊ അമേരിക്ക വരുന്നത്. അപ്പൊ ഇത് അവർ തമ്മിലുള്ളൊരു യുദ്ധത്തിന് കാരണമായി, ഒരു ശീത യുദ്ധത്തിന് കാരണമാവുകയുണ്ടായി. അങ്ങനെ ഈ സോവിയറ്റ് യൂണിയൻ അവിടെ ക്യൂബയിലെ ഇങ്ങനെ ആണവായുധങ്ങൾ വിന്യസിച്ച കാര്യം ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം അമേരിക്ക അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അവർ നമ്മളൊരു തുറന്ന യുദ്ധത്തിലേക്ക് ഒരിക്കലും ഇത് വഴിമാറിയില്ല. അതിന് പകരം ആ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോൺ എഫ് കെന്നഡി സോവിയറ്റ് യൂണിയനോട് ഇങ്ങനെ ഒരു അപ്പോൾ ഒരിക്കലും ഇത് ഈ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലൊരു തുറന്ന യുദ്ധത്തിലേക്ക് ഒരിക്കലും ഇത് വഴിമാറിയില്ല. അതിന് പകരം ആ സമയത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ജോൺ എഫ് കെന്നഡി സോവിയറ്റ് യൂണിയനോട് അവരവിടെ സ്ഥാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ വിന്യസിച്ചിട്ടുള്ള എല്ലാ മിസൈലുകളും ഉടനെ നീക്കം ചെയ്യണമെന്ന് ശക്തമായൊരു താക്കീത് കൊടുക്കുക മാത്രമാണ് ചെയ്തത്. ഒരിക്കലും അതൊരു തുറന്ന യുദ്ധത്തിലേക്ക് മാറിയില്ല. മാത്രമല്ല ക്യൂബയിലേക്ക് വരുന്ന എല്ലാ സോവിയറ്റ് കപ്പലുകളും തടയാൻ വേണ്ടിയിട്ട് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് ഒരു ഉത്തരവും കെന്നഡി നൽകുകയുണ്ടായി. അപ്പൊ ഇങ്ങനെ ഈ ക്യൂബയിലെ ഇവർ ഈ റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ മിസൈൽ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് അമേരിക്കയും അതുപോലെ സോവിയറ്റ് യൂണിയൻ തമ്മിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സംഘർഷം, ആ ഒരു ആശയപരമായ സംഘട്ടനം, അതാണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്നറിയപ്പെടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ശീതസമരത്തിന്റെ ഭാഗമായി സംഭവിച്ച ഓരോ സംഭവവികാസങ്ങളാണ്. ഇനി നമുക്ക് ശീതസമരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോവാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശീതസമരത്തിന്റെ ഭാഗമായിട്ട് 2 ചേരികൾ ലോകത്ത് ആവിർഭവിക്കുകയുണ്ടായി. ഒന്നാണ് അമേരിക്കൻ ചേരി, മറ്റുള്ളത് സോവിയറ്റ് ചേരി. അങ്ങനെ ഈ ലോകത്തുള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങളും തന്നെ ഒന്നുകിൽ ഈ സോവിയറ്റ്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ, ഒന്നുകിൽ ഈ അമേരിക്കൻ ചേരിയുടെയോ അല്ലെങ്കിൽ സോവിയറ്റ് ചേരിയുടെ ഭാഗമായി തീരുകയുണ്ടായി. അപ്പം മാത്രമല്ല ഈ 2 ചേരികളും മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി തങ്ങളുടെ സ്വാധീനം വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കൂടെ ഏർപ്പെടുകയുണ്ടായി. നമുക്ക് എന്തിനായിരിക്കാം ഈ വലിയ രാജ്യങ്ങൾ അതുപോലെ ഇവരുടെ ഭാഗമായി തീർന്ന ഈ ചെറിയ രാജ്യങ്ങളൊക്കെ എന്തുകൊണ്ടായിരിക്കാം മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി തങ്ങളുടെ സ്വാധീനം വ്യാപിപ്പിക്കാൻ ശ്രമിച്ചത്? അത് 2 കാര്യമാണ് പറയുന്നത്. ഈ വലിയ രാജ്യങ്ങളുടെ കാര്യമാണെങ്കിൽ അവരെന്തുകൊണ്ടായിരിക്കാം മറ്റ് രാജ്യങ്ങൾ കൂടി പിടിച്ചടക്കി തങ്ങളുടെ സ്വാധീനം അവിടെ വ്യാപിപ്പിക്കാൻ ശ്രമിച്ചത്? അതിന് പ്രധാനപ്പെട്ട കാരണം എതിർ ചേരിയുടെ സ്വാധീനം തങ്ങളുടെ മേഖലയിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. മറ്റ് ചേരിയുടെ സ്വാധീനം തങ്ങളുടെ മേഖലയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വലിയ രാജ്യങ്ങളായിട്ടുള്ള അമേരിക്ക, റഷ്യ പോലുള്ള രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങൾ കൂടി തങ്ങളുടെ സ്വാധീനം വ്യാപിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം ഇവരുടെ ഭാഗമായിട്ടുള്ള ചെറിയ രാജ്യങ്ങൾ ഇതിനെ ശ്രമിച്ചത്? അവർക്ക് ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, പ്രധാനമായിട്ടും തൊട്ടടുത്ത ശത്രു രാജ്യങ്ങളിൽ നിന്നും സംരക്ഷണം നേടണം. അതുകൊണ്ടാണ് ഈ ചെറിയ രാഷ്ട്രങ്ങളെ ഇതിന്റെ ഭാഗമായിട്ട് തീർന്നത്. മാത്രമല്ല ഇവർക്ക് ഈ വലിയ രാജ്യങ്ങളിൽ നിന്ന് അവർക്ക് സാമ്പത്തികവും സൈനികവുമായ സഹായങ്ങളും ലഭിക്കുകയുണ്ടായി. ഇതുകൊണ്ടാണ് ഈ വലിയ രാജ്യങ്ങളും ചെറിയ രാജ്യങ്ങളൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി ഇവരുടെ സ്വാധീനം വ്യാപിപ്പിക്കാൻ ഈ ശീതസമരത്തിന്റെ കാലത്ത് ശ്രമിച്ചത്. ഇനി ഞാൻ പറഞ്ഞ ലോകത്തിന്റെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും തന്നെ ഒന്നുകിൽ സോവിയറ്റ് ചേരിയുടെയോ അല്ലെങ്കിൽ അമേരിക്കൻ ചേരിയുടെ ഭാഗമായി തീരുകയുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഇത് തുടങ്ങിയത് ആദ്യമായിട്ട് യൂറോപ്പിലാണ് ചെറിയ രാജ്യങ്ങളെ ഈ വലിയ 2 ചേരിയുടെ കീഴിൽ അണിനിരക്കാൻ തുടങ്ങിയത്. അപ്പൊ അങ്ങനെ പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്ക നേതൃത്വം നൽകുന്ന മുതലാളിത്ത ചേരിയിലും അതുപോലെ കിഴക്കൻ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് ചേരിയിലുമായിരുന്നു ചേർന്നത്. ഇത്രയേ ഉള്ളൂ. പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അമേരിക്കൻ ചേരിയിലും അതുപോലെ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം സോവിയറ്റ് ചേരിയിലുമായിരുന്നു ചേർന്നത്. അതുകൊണ്ട് തന്നെ ഈ സഖ്യങ്ങൾ 2 പേരുകൂടെ പറയുന്നുണ്ട്. പാശ്ചാത്യ സഖ്യമെന്നും അതുപോലെ പൗരസ്ത്യ സഖ്യമെന്നും. പാശ്ചാത്യം എന്ന് പറയുന്നത് ഏതൊക്കെ രാജ്യങ്ങളാണോ അമേരിക്കയുടെ കീഴിൽ അണിനിരുന്നത് അവരെ വിളിക്കുന്ന പേരാണ് പാശ്ചാത്യ സഖ്യങ്ങൾ. അതുപോലെ ഏതൊക്കെ രാജ്യങ്ങളാണോ സോവിയറ്റ് ചേരിയിൽ അണിനിരുന്നത്
അവരെ വിളിക്കുന്ന പേരാണ് പൗരസ്ത്യ സഖ്യം. ഇനി നമുക്കിതിൽ പഠിക്കാൻ വരുന്നത്, ഇപ്പൊ ഇങ്ങനെ ഇവിടെ ശീതസമരം രൂപപ്പെട്ടു, അതിന്റെ ഫലമായിട്ട് 2 ചേരികൾ ഉണ്ടായി. ഇപ്പൊ നമ്മൾ പഠിച്ചു ഈ 2 ചേരികളുടെ കീഴിലും മറ്റ് ചെറിയ രാജ്യങ്ങളെല്ലാം അണിനിരക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ ഇതൊരു ആശയപരമായ സമരം നമ്മൾ ഓൾറെഡി പറഞ്ഞു. പക്ഷെ ഇതൊരു ആശയപരമായ സംഘടനം ആയിരുന്നെങ്കിലും ഇവർ യുദ്ധത്തിനുള്ള മുന്നൊരുക്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എപ്പോൾ വേണമെങ്കിലും യുദ്ധം ഉണ്ടാവാം എന്നുള്ളൊരു സാഹചര്യമായിരുന്നു ആ സമയത്ത് നിലവിലുണ്ടായിരുന്നത്. അപ്പൊ എപ്പോൾ വേണമെങ്കിൽ യുദ്ധം ഉണ്ടാകുക എന്നുള്ള സാഹചര്യമാണെങ്കിൽ അവരെന്ത് ചെയ്യേണ്ടിയിരിക്കണം? അവരൊരുപാട് സൈനികപരമായ തയ്യാറെടുപ്പ് നടത്തുന്ന അത്യാവശ്യമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ 2 ചേരികളും ഒരുപാട് സൈനിക സഖ്യങ്ങൾ രൂപീകരിച്ചിരുന്നു. അത് നമുക്കിനി പഠിക്കാനുള്ളത് പ്രധാനപ്പെട്ട സൈനിക സഖ്യങ്ങൾ, അതായത് സോവിയറ്റ് ചേരിയും അമേരിക്കൻ ചേരി രൂപം കൊടുത്ത പ്രധാനപ്പെട്ട സൈനിക സഖ്യങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സഖ്യങ്ങൾ ഈ ഒരു 2 ചേരികൾക്ക് നമ്മൾ വേറെ 2 പേരൂടെ പഠിച്ചിരുന്നു. അതായത് അമേരിക്കൻ ചേരിക്കും ഉള്ള പേരാണ് പാശ്ചാത്യ സഖ്യം, അതുപോലെ സോവിയറ്റ് ചേരിക്ക് ഉള്ള മറ്റൊരു പേരായിരുന്നു പൗരസ്ത്യ സഖ്യം. അപ്പൊ ഇങ്ങനെ ഈ പാശ്ചാത്യ സഖ്യത്തിലുള്ള രാജ്യങ്ങൾ, അതായത് അമേരിക്കയുടെ കീഴിലുള്ള രാജ്യങ്ങൾ, ഇവരെ നാറ്റോ എന്നൊരു സൈനിക സഖ്യം രൂപീകരിക്കുകയുണ്ടായി. NATO. ഈ നാറ്റോയുടെ മുഴുവൻ പേര് അല്ലെങ്കിൽ പൂർണ്ണരൂപം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ്. NATO, നേറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഇതാണ് അവർ രൂപം കൊടുത്ത ആദ്യത്തെ സൈനിക സഖ്യം. അമേരിക്കൻ ചേരിയുടെ കീഴിലായിരുന്നു ഈ നാറ്റോ രൂപം കൊണ്ടത്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് തങ്ങളുടെയോ അല്ലെങ്കിൽ തങ്ങളുടെ കൂടെയുള്ള മറ്റ് രാഷ്ട്രങ്ങളുടെയോ നേർക്ക് എപ്പോഴെങ്കിലും ഒരു ആക്രമണം മറ്റ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയാണെങ്കിൽ തിരിച്ച് ഈ നാറ്റോ സഖ്യം ആ ശത്രു രാജ്യത്തെ ആക്രമിക്കാൻ ബാധ്യസ്ഥമായിരിക്കും. അപ്പൊ അമേരിക്കയുടെ കീഴിലുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തെ സോവിയറ്റ് ചേരിയുള്ള ഏതെങ്കിലും രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ ഈ നാറ്റോ എന്ന് പറയുന്ന ഈ സൈനിക സഖ്യം ആ ആക്രമണത്തെ ചെറുക്കാൻ ഇവരെ സഹായിക്കും. അതാണ് നാറ്റോയുടെ പ്രധാനപ്പെട്ട ഒരു രൂപീകരണ ലക്ഷ്യം. അപ്പൊ ഈ നാറ്റോയ്ക്ക് ബദലായിട്ട്, ഇപ്പൊ അമേരിക്കൻ ചേരിയാണ് നാറ്റോ ഉണ്ടാക്കിയത്, അപ്പൊ ഇതിന് ബദലായിട്ട് സോവിയറ്റ് ചേരിയും ഉടനെ തന്നെ മറ്റൊരു സഖ്യം ഉണ്ടാക്കുകയുണ്ടായി. അതിന്റെ പേരാണ് വാൾസോ പാക്ട്. വാൾസോ പാക്ട് ആണ്, അതിന് ഇംഗ്ലീഷ് അത് തന്നെയാണ് പറയുന്നത്, WARSAW പാക്ട്. പാക്ട് എന്ന് പറയുന്നത് ഉടമ്പടി എന്ന അർത്ഥമാണ്. അപ്പോൾ ഈ അമേരിക്കൻ ചേരി ഉണ്ടാക്കിയ നാറ്റോയ്ക്ക് ബദലായി സോവിയറ്റ് ചേരി ഉണ്ടാക്കിയ ഒരു സൈനിക സഖ്യമാണ് വാൾസോ പാക്ട്. അതായത് ഇത്രേ ഉള്ളൂ, ഈ നാറ്റോയുടെ സൈനിക നടപടികളെ പ്രതിരോധിക്കുക, അതാണ് ഈ വാൾസോയുടെ ലക്ഷ്യം. രണ്ടും വിരുദ്ധ സൈനിക ശക്തികളാണ്. അപ്പോൾ ആദ്യം അമേരിക്കൻ ചേരി നാറ്റോ ഉണ്ടാക്കുന്നു, അതിന് ബദലായിട്ട് സോവിയറ്റ് ചേരി വാൾസോ പാക്ട് ഉണ്ടാക്കുന്നു. ഇനി ഇതിനു ശേഷം അമേരിക്കൻ ചേരി വീണ്ടും 2 സൈനിക സഖ്യങ്ങൾ കൂടി രൂപീകരിക്കുന്നുണ്ടായി. അതിന് ഒന്നാമത്തെ പേരാണ് സീറ്റോ, SEATO. അതിന്റെ പൂർണ്ണരൂപം സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ. അതാണ് അമേരിക്കൻ ചേരി രൂപം കൊടുത്ത രണ്ടാമത്തെ സൈനിക സഖ്യം. ഒന്നാമത്തെ നാറ്റോ ആയിരുന്നു, രണ്ടാമത്തേതാണ് സീറ്റോ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ. ഇതിനുശേഷം ഒരു സഖ്യം കൂടെ രൂപീകരിക്കുന്നുണ്ടായി. അതിന്റെ പേരാണ് സെൻറ്റോ, CENTO. അതിന്റെ പൂർണ്ണരൂപം സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കൻ ചേരിയുടെ കീഴിൽ 3 സൈനിക സഖ്യങ്ങളുണ്ട്. ഒന്ന് നാറ്റോ, മറ്റത് സീറ്റോ, മൂന്നാമത്തത് സെൻറ്റോ. എന്നാൽ ഇവർക്ക് ബദലായിട്ട് സോവിയറ്റ് ചേരി ഒറ്റ സഖ്യം മാത്രമേ പ്രധാനമായിട്ട് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന്റെ പേരാണ് വാൾസോ പാക്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ട കാര്യം ഇങ്ങനെയാണ്. ശീതസമരത്തിന്റെ ഭാഗമായിട്ട് 2 ചേരികൾ വരുന്നു, അമേരിക്കൻ ചേരിയും സോവിയറ്റ് ചേരിയും. അതിന്റെ കീഴിലെ ലോകത്തുള്ള രാജ്യങ്ങളെല്ലാം, പ്രത്യേകിച്ച് യൂറോപ്പ് രാജ്യങ്ങളെല്ലാം അണിനിരക്കുകയും ചെയ്യുന്നു. അവരൊരുപാട് സൈന്യ സഖ്യങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ചില സമയത്ത് ഒരു സഖ്യത്തിന്റെ ഉള്ളിൽ തന്നെ ചില ഭിന്നിപ്പുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനൊരു ഉദാഹരണമാണ് 1969 അതിർത്തി തർക്കത്തിന്റെ ഭാഗമായിട്ട് ചൈനയും സോവിയറ്റ് യൂണിയനും ഒരു ചെറിയ യുദ്ധത്തിൽ ഏർപ്പെടുകയുണ്ടായി. അവർ ശരിക്കും ഒരു സഖ്യത്തിന്റെ ഭാഗമാണ്, സോവിയറ്റ് യൂണിയന്റെ ഭാഗമാണ് സോവിയറ്റ് യൂണിയനും അതുപോലെ ചൈനയും. പക്ഷെ എന്നിരുന്നാലും 1969 ഒരു ചെറിയ അതിർത്തി തർക്കത്തിന്റെ ഭാഗമായിട്ട് ചെറിയൊരു യുദ്ധസമാനമായ സാഹചര്യം അവിടെ ഉണ്ടാവുകയുണ്ടായി. ഒരു ചെറിയ യുദ്ധം പോലെ അവിടെ നടക്കുകയുണ്ടായി. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നു ശീതസമരത്തിന്റെ ആ ഒരു വികാസം. ഇനി നമുക്കിതിൽ പഠിക്കാൻ വരുന്നത് ശീതസമരത്തിന്റെ പോർക്കളങ്ങൾ എന്നുള്ളൊരു ഭാഗമാണ്. അത്രേ ഉള്ളൂ. ഈ ശീതസമരത്തിന്റെ ഭാഗമായിട്ട്
ലോകത്തിന്റെ ഏതെല്ലാം പ്രദേശങ്ങളിലാണ് യുദ്ധങ്ങൾ അതുപോലെ ചെറിയ സംഘർഷങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടായത്. അതാണ് ഈ ശീതസമരത്തിന്റെ പോർക്കളങ്ങൾ എന്ന ഹെഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി ഇതിന്റെ ഒരു ഭാഗമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതൊരു തുറന്ന യുദ്ധത്തിലേക്ക് നയിച്ചില്ല എന്നുള്ളത് സമാധാനപരമായ സംഭവമാണെങ്കിലും പക്ഷെ ലോകത്തിന്റെ ചില ഭാഗത്ത് ഈ രണ്ട് ശക്തികൾ തമ്മിൽ നേരിട്ടുള്ള യുദ്ധം പോലും ചില ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതിന് ഉദാഹരണങ്ങളാണ് ഒന്ന് 1950-53 കാലഘട്ടത്തിൽ കൊറിയയിൽ ഉണ്ടായത്. ഈ കൊറിയയിൽ വെച്ചിട്ട് രണ്ട് ശക്തികൾ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുകയുണ്ടായി 50-53 കാലഘട്ടത്തിൽ. ഇനി 1958-62 കാലഘട്ടത്തിൽ ജർമ്മനിലെ ബെർലിനിൽ വെച്ച് ഇതുപോലെ ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്നാണ് കോങ്കോ, ആഫ്രിക്കയിലെ കോങ്കോയിൽ വെച്ചും 1960കളുടെ ആരംഭത്തില് ഈ രണ്ട് ചേരികളും തമ്മിൽ യുദ്ധം ഉണ്ടായി. അപ്പോൾ നമ്മൾ പൊതുവെ പറയുമ്പോൾ ഇത് ഒരു ആശയപരമായ സംഘടനമാണ്, യുദ്ധത്തിലേക്ക് നയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ ചില തുറന്ന യുദ്ധങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ശീതസമരം? ഇനി നമുക്ക് നോക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ ശീതസമരം ഈ ലോകത്തിന്റെ ചില ഭാഗത്തൊഴികെ ഭൂരിഭാഗം ഭാഗത്തും ഒരു യുദ്ധത്തിലേക്ക് പോവാതിരുന്നത്? അതിന് പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു, ലോകത്തിലെ മിക്ക രാജ്യങ്ങളും ഇതിൽ ചേർന്നിരുന്നെങ്കിലും ചില രാജ്യങ്ങൾ ഈ രണ്ട് ചേരികളിലും ചേരാതെ പുറത്തു നിന്നിരുന്നു. കാരണം അവരുടെ ഇന്ത്യ കരുതപ്പെട്ട രാജ്യമായിരുന്നു. കാരണം ഈ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സമീപനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു നയം എന്ന് പറയുന്നത് ചേരാ നയമായിരുന്നു. ആ പേര് തന്നെ മനസ്സിലാവും, ചേരാ നയം. അതായത് ഒരു ചേരിയിലും ചേരാതെ നിൽക്കുന്ന നയം. അവർ സോവിയറ്റ് ചേരിയിലും ഭാഗമല്ല, അതുപോലെ അമേരിക്കൻ ചേരിയുടെയും ഭാഗമല്ല. ഇപ്പൊ ഇന്ത്യ അതിന് ഉദാഹരണമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു കൊറിയയിലെ ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ടായിരുന്നു 1950-53 കാലഘട്ടത്തിൽ. ആ യുദ്ധം ഒരു വലിയ യുദ്ധമായി പരിണമിക്കാതെ അതിനെ ആ യുദ്ധത്തിന്റെ ഒരു സംഘർഷാവസ്ഥ കുറച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചത് ഇന്ത്യയാണ്. ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന നെഹ്റുവും അദ്ദേഹം രൂപം കൊടുത്തിട്ടുള്ള ഒരു സംഘടനയായിരുന്നു, നമുക്കറിയാം, ചേരാ സംഘടന അല്ലെങ്കിൽ ചേരാ പ്രസ്ഥാനം എന്നൊക്കെ പറയും. അപ്പൊ നെഹ്റുയുടെ നേതൃത്വത്തിൽ ഈ പ്രസ്ഥാനമാണ് കൊറിയയിലുള്ള യുദ്ധത്തിന്റെ ഒരു തീവ്രത കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതുപോലെ നേരത്തെ പറഞ്ഞ കോങ്കോ പ്രശ്നം നേരത്തെ പറഞ്ഞിരുന്നു, ആഫ്രിക്കയിലെ കോങ്കോയിലും 1960 ആരംഭത്തിലെ ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ശക്തികളും തമ്മിൽ. അപ്പൊ ആ യുദ്ധത്തിന്റെ ആഘാതം കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചത് ഐക്യരാഷ്ട്രസഭയായിരുന്നു. അപ്പൊ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ആ യുദ്ധത്തിന്റെ ആഘാതം കുറയ്ക്കാൻ ശ്രമിക്കുകയും അതുപോലെ നെഹ്റുവിന്റെ കീഴിലുള്ള നെഹ്റു ഭാഗമായിരുന്ന ചേരാ പ്രസ്ഥാനമാണ് കൊറിയയിലുള്ള യുദ്ധത്തിന്റെ ആഘാതം കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷെ എന്നിരുന്നാലും ഈ സമയത്ത് ലോകത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലും തീവ്രമായി തന്നെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പരസ്പര അവിശ്വാസത്തിന്റെ ഒരു സാഹചര്യമായിരുന്നു ഈ ശീതസമര കാലത്ത് ലോകത്തുണ്ടായിരുന്നത്. അതായത് ഒരു രാജ്യത്തിനും മറ്റു രാജ്യത്തെ വിശ്വാസമില്ല. ആ രാജ്യം തങ്ങളുടെ ശത്രുരാജ്യമാണെന്നും ആ രാജ്യം എപ്പോഴും തങ്ങളെ ആക്രമിച്ചേക്കാം എന്നൊരു ഭീതിയൊക്കെ ആയിരുന്നു ആ കാലഘട്ടത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഭീതിയുടെ ഭാഗമായിട്ട് രാജ്യങ്ങൾ വൻതോതിൽ ആയുധങ്ങൾ സംഭരിക്കാനും തുടങ്ങി. കാരണം എപ്പോൾ വേണമെങ്കിൽ യുദ്ധം ഉണ്ടായേക്കാം, ആ രാജ്യം തങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയേക്കാം എന്നൊരു ഭയത്തിന്റെയും ഒരു അവിശ്വാസത്തിന്റെയും ഒക്കെ ഒരു സാഹചര്യം നിലനിന്നിരുന്നുകൊണ്ട് തന്നെ അവർ വൻതോതിൽ ആയുധങ്ങൾ വാങ്ങി സംഭരിച്ചിരുന്നു. ഇത് ആയുധം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് വരുന്ന ആണവായുധം വരെ അതിൽ ചിലപ്പോൾ ഉണ്ടായിരുന്നേക്കാം. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ രണ്ട് ചേരികൾക്കും ഈ ആണവായുധത്തിന്റെ ഈ ഒരു വിനാശകരമായ അവസ്ഥയെക്കുറിച്ച് അവർക്ക് മനസ്സിലാകുണ്ടായി. കാരണം ഒരു രാജ്യം ആണവായുധം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ലോകത്തുണ്ടാക്കുന്ന വിപത്തിനെ കുറിച്ച് അവർ ബോധവാന്മാറുകയുണ്ടായി. അപ്പൊ അതിനെ തുടർന്ന് ഈ രണ്ട് ചേരികളും, അതായത് അമേരിക്കൻ ചേരിയും സോവിയറ്റ് ചേരിയും, ഇങ്ങനെ ആണവായുധങ്ങളും മറ്റൊക്കെ അതിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവര് 1960കളിൽ തുടങ്ങി ഈ ചർച്ച. 60കളിൽ തുടങ്ങിയിട്ട് ഒരു 10 വർഷത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള 3 ശ്രദ്ധേയമായിട്ടുള്ള ഉടമ്പടിയുള്ള ഒരു ഒപ്പുവെക്കെ ഉണ്ടായി. അതായത് അവർക്ക് മനസ്സിലായി ആണവായുധം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലോകത്ത് മൊത്തം അത് വിനാശം വിതയ്ക്കുമെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ അവര് പരസ്പരം ഈ ആണവായുധങ്ങളെ കുറിച്ചും അതിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനെ കുറിച്ചും സാധ്യമാകുമെങ്കിൽ മറ്റായുധങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി അവർ തീരുമാനിച്ചു. പ്രധാനമായിട്ടും ചർച്ച ചെയ്ത് ആണവായുധങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചായിരുന്നു. 1960കളിലാണ് ഈ ചർച്ച ആരംഭിച്ചത്. അപ്പൊ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് അവർ 3 പ്രധാനപ്പെട്ട ഉടമ്പടികൾ ഒപ്പുവെക്കുണ്ടായി, 3 കരാറുകൾ. അതായത് എങ്ങനെയൊക്കെ ആണവായുധത്തിന് ഉപയോഗം കുറയ്ക്കാമെന്നുമായി ബന്ധപ്പെട്ട 3 കരാറുകൾ അവർ ഒപ്പുവെക്കുണ്ടായി. അതിന്റെ പേരാണ്, ഒന്നാമത്തേത് ആണവ പരീക്ഷണ നിരോധന ഉടമ്പടി
അതായിരുന്നു ഈ രണ്ട് അമേരിക്കൻ ചേരിയും അതുപോലെ സോവിയറ്റ് ചേരിയും ഒപ്പുവെച്ച ഒന്നാമത്തെ ആയുധ നിരോധന ഉടമ്പടിയാണ് ആണവ പരീക്ഷണ നിരോധന ഉടമ്പടി. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ആണവ പരീക്ഷണങ്ങൾ ഇനി നടത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ച ഒരു ഉടമ്പടിയായിരുന്നു ആണവ പരീക്ഷണ നിരോധന ഉടമ്പടി. രണ്ടാമത്താണ് ആണവ നിർവ്യാപന കരാർ. ആണവ നിർവ്യാപന കരാർ. മൂന്നാമത്തേത് ബാലിസ്റ്റിക് മിസൈൽ നിരോധന ഉടമ്പടി. ബാലിസ്റ്റിക് മിസൈൽ നിരോധന ഉടമ്പടി. അപ്പൊ ഈ 3 ഉടമ്പടിയാണ് അവർ ഈ ചർച്ചയെ തുടർന്ന് പ്രധാനമായിട്ടും ഒപ്പുവെച്ചത്. ആണവ പരീക്ഷണ നിരോധന ഉടമ്പടി, ആണവ നിർവ്യാപന കരാർ, മൂന്നാമത്തേത് ബാലിസ്റ്റിക് മിസൈൽ നിരോധന ഉടമ്പടി. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ വരുന്നത് ഇരുധ്രുവ സംവിധാനത്തിനെതിരെയുള്ള വെല്ലുവിളികൾ. അതായത് നമ്മൾ കണ്ടു ഈ സമയത്ത് ഈ ലോകം 2 ധ്രുവങ്ങളായി ഭാഗിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അത് ഭൂമിശാസ്ത്രപരമായിട്ടല്ല, രാഷ്ട്രീയപരമായിട്ട്. അതായത് ഒരു ധ്രുവത്തിലെ സോവിയറ്റ് യൂണിയനും മറ്റൊരു ധ്രുവത്തിലെ അമേരിക്കയും 2 ചേരികളായിരുന്നു. അതാണ് ഈ പേര് തന്നെ കൊടുക്കാൻ കാരണം. ഇരുധ്രുവ സംവിധാനം അല്ലെങ്കിൽ ഇരുധ്രുവ ലോകമെന്നും വിളിക്കാറുണ്ട്. ഒരു ധ്രുവത്തെ സോവിയറ്റ് യൂണിയൻ, മറ്റൊരു ധ്രുവത്ത് അമേരിക്കൻ ചേരിയും. മാത്രമല്ല ഈ 2 ധ്രുവങ്ങളിലും മറ്റ് ചെറിയ രാജ്യങ്ങളും ചേരുകയുണ്ടായി. പക്ഷെ എന്നിരുന്നാലും എന്തുകൊണ്ടാണ് ഈ 2 ചേരി തമ്മിലുള്ള ഒരു സംഘർഷം ഒരു തുറന്ന അല്ലെങ്കിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് മാറി പോവാതിരുന്നത്? അതാണ് ഈ ടോപ്പിക് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചില വെല്ലുവിളികൾ നേരിടുകയുണ്ടായി. അതുകൊണ്ടാണല്ലോ ആ 2 ചേരി തമ്മിലുള്ള ഒരു സംഘർഷം യുദ്ധത്തിലേക്ക് മാറാതിരുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ടോപ്പിക്. എന്താണ് അവർ നേരിട്ട വെല്ലുവിളി? അത് എന്തുകൊണ്ടാണ് ഈ ഒരു 2 ചേരി തമ്മിലുള്ള ഈ ഒരു സംഘർഷം ഒരു വലിയ യുദ്ധത്തിലേക്ക് മാറാതിരുന്നത്? അതിന് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞു, ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ ഈ 2 ചേരിയുടെയും ഭാഗമായിരുന്നില്ല. അവർ 2 ചേരിയിൽ നിന്ന് പെടാതെ കുറച്ച് വിട്ടകന്ന് നിൽക്കുകയായിരുന്നു. അതിൽ ഇന്ത്യ മാത്രമല്ല വരുന്നത്, പ്രധാനമായിട്ടും ഇന്ത്യയെ കൂടാതെ വരുന്ന യൂഗോസ്ലാവിയ വരുന്നുണ്ട്, അതുപോലെ ഈജിപ്ത്, ഇന്തോനേഷ്യ, ഘാന. അപ്പൊ ഈ 5 രാജ്യങ്ങളായിരുന്നു മെയിനായിട്ടും ഈ 2 ചേരിയിലും ചേരാതെ മാറി നിൽക്കുന്നുണ്ടായിരുന്നത്. യൂഗോസ്ലോവിയ, ഇന്ത്യ, ഈജിപ്ത്, ഇന്തോനേഷ്യ, ഘാന. അപ്പൊ ഈ 5 രാജ്യങ്ങളിലെയും നേതാക്കൾ നമുക്ക് പേര് നോക്കാം. യൂഗോസ്ലോവിയയിലെ നേതാവിന്റെ പേര് വരുന്നത് ടിറ്റോ, അവിടുത്തെ ഭരണാധികാരിയായിരുന്ന ടിറ്റോ. ഇന്ത്യയിലെ ആ സമയത്തെ ഭരണാധികാരി നെഹ്റു ആയിരുന്നു. ഈജിപ്തിലെ ഭരണാധികാരി ഗമാൽ അബ്ദുൽ നാസർ. അതുപോലെ ഇന്തോനേഷ്യയിലാണെങ്കിൽ സുകാർണോ. ഘാനയിലെ ക്വാമെ എൻക്രൂമ. ഈ 5 നേതാക്കൾ ഇവരാണ് ഒരു പുതിയ ഈ 2 ചേരിയിലും ചേരാതെ നിന്ന് വേറൊരു പ്രസ്ഥാനത്തെ രൂപം കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ പേരായിരുന്നു ചേരിചേര പ്രസ്ഥാനം, അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ NAM എന്ന് പറയും, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. അതൊരു ചേരിയിലും ചേരാതെ മാറി നിന്ന് അവരൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയതാണ് ചേരിചേര പ്രസ്ഥാനം. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് 1961 ബെൽഗ്രേഡിൽ വെച്ചിട്ട് ഈ ചേരിചേര രാജ്യങ്ങളുടെ ഒരു ഉച്ചകോടി ഒരു കോൺഫറൻസ് നടക്കുകയുണ്ടായി. അതാണ് ആദ്യത്തെ ഉച്ചകോടി. ഈ ഉച്ചകോടി പ്രധാനമായിട്ടും 3 ഘടകങ്ങളെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു, അല്ലെങ്കിൽ 3 ഘടകങ്ങളുടെ ഒരു പൂർത്തീകരണമായിരുന്നു 1961 ബെൽഗ്രേഡിൽ വെച്ച് ഈ രാജ്യങ്ങളെല്ലാം സമ്മേളിച്ച ഉച്ചകോടിയുടെ പ്രത്യേകത. ഒന്ന്, ഈ 5 രാജ്യങ്ങൾക്കിടയിൽ നിലനിന്ന സഹകരണം. അതായത് പണ്ട് മുതലേ ഈ 5 രാജ്യങ്ങൾ പരസ്പര സഹകരണത്തിലായിരുന്നു നിലനിന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്രയും പെട്ടെന്ന് അവർക്ക് ഒരു സമ്മേളനം വിളിച്ചു കൂട്ടാനും ഈ ചേരിചേര പ്രസ്ഥാനം രൂപീകരിക്കാനും സാധിച്ചത്. മറ്റൊന്ന്, ശീതസമരകാലത്തെ വൻ പിരിമുറുക്കങ്ങളും വിപുലമാകുന്ന പോർക്കളവും. നേരത്തെ കണ്ടതുപോലെ ഈ സമയത്ത് ലോകത്ത് മൊത്തം അവിശ്വാസത്തിന്റെ കാലഘട്ടമായിരുന്നു. എപ്പോൾ വേണേൽ യുദ്ധം ഉണ്ടായേക്കാമെന്ന ഭീതി കാരണം അവർ ആയുധങ്ങൾ സംഭരിക്കുകയും പരസ്പര യുദ്ധം ചെയ്യാനുള്ള സാഹചര്യം നിലനിന്നിരുന്നു. മറ്റൊന്ന്, ഈ സമയത്താണ് കോളനി വാഴ്ചയിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ രംഗപ്രവേശം. 1960 സമയത്ത് 60കളോടെ ഏകദേശം ഒരു 16 പുതിയ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വം നേടുകയുണ്ടായി. ഈ സമയത്ത് വൻതോതിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ സ്വാതന്ത്ര്യം നേടുന്ന കാലഘട്ടം കൂടിയായിരുന്നു. അപ്പൊ ഈ ഒരു 3 ഘടകങ്ങളെ മുൻനിർത്തിയാണ് അവർ ഈ ഒരു ഉച്ചകോടി 1961 ബെൽഗ്രേഡ് വെച്ച് നടത്തിയത്. ഇനി ഇതിനു ശേഷം നടന്ന ഈ ചേരിചേര പ്രസ്ഥാനത്തിന്റെ ആദ്യ യോഗത്തില് 25 അംഗരാജ്യങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. 25 രാജ്യങ്ങൾ പങ്കെടുത്തു. പക്ഷെ കാലം കഴിയുന്തോറും അംഗസംഖ്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. 2006 ഹവാനയിൽ വെച്ച് നടന്ന 14ാമത് ഉച്ചകോടി
ഓർക്കണം, ആദ്യ ഉച്ചകോടി 1961 ബെൽഗ്രേഡിൽ. അതിനുശേഷം 2006 നടന്നത് 14ാമത്തെ ഉച്ചകോടിയാണ്. അത് നടന്നത് ഹവാനയിലാണ്. അതിൽ പങ്കെടുത്തത് 116 അംഗരാജ്യങ്ങളാണ്. അത് നിരീക്ഷക രാജ്യങ്ങളായിട്ട് അംഗമല്ലാതെ 15 രാഷ്ട്രങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. 116 ഇതിൽ അംഗമായിട്ടുള്ള രാജ്യങ്ങളും എന്നാൽ അംഗമാകാതെ നിരീക്ഷകരായി വന്ന 15 രാജ്യങ്ങളും പങ്കെടുക്കുകയുണ്ടായി. അതിനർത്ഥം ചേരിചേരാ പ്രസ്ഥാനം കാലം കഴിയുന്തോറും അതിന്റെ പ്രസക്തി വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ അന്താരാഷ്ട്ര തലത്തില് ഈ ചേരിചേരാ പ്രസ്ഥാനം ശ്രദ്ധിക്കപ്പെട്ടതോടുകൂടി ഉണ്ടായ മാറ്റമാണ് അതൊക്കെ. അതായത് കൂടുതൽ രാഷ്ട്രങ്ങൾ ഇതിലേക്ക് അംഗങ്ങളാവാൻ തുടങ്ങി. അതുപോലെ വ്യത്യസ്ത രാഷ്ട്രീയ വ്യവസ്ഥയിലുള്ള രാജ്യങ്ങൾ ഇതിൽ അംഗങ്ങളായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ചേരിചേരാ പ്രസ്ഥാനം രാഷ്ട്രീയമായും അതുപോലെ പ്രത്യയശാസ്ത്രപരമായിട്ടൊക്കെ വൈവിധ്യമുള്ള സംഘടനയാണ്. കാരണം പലതരത്തിലുള്ള പ്രത്യയശാസ്ത്രം വിശ്വസിക്കുന്ന രാജ്യങ്ങളിൽ അംഗമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഘടനയാണിത്. പക്ഷെ ഇതിലൊരു കാര്യമുണ്ട്. ഈ ചേരിചേരാ പ്രസ്ഥാനത്തെ നയം എന്ന് പറയുന്നത് വെറുതെ ഈ രണ്ട് ചേരികളിലും പെടാതെ ഒറ്റപ്പെട്ട് നിൽക്കുക എന്നുള്ള നയമല്ല അവർക്കുള്ളത്. മറിച്ച് അന്താരാഷ്ട്ര പ്രശ്നം ഒന്നും ഒറ്റപ്പെട്ടിരിക്കലോ അല്ലെങ്കിൽ നിഷ്പക്ഷത പാലിക്കലോ അല്ല ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു നയം. ഇന്ത്യ ഉൾപ്പെടെയുള്ള ചേരിചേരാ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ ഇരു ചേരികൾക്കും ഇടയിൽ പലപ്പോഴും ഒരു മധ്യസ്ഥന്റെ ചുമതല നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു, കൊറിയൻ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നെഹ്റു ഇടപെട്ട കാര്യം പറഞ്ഞിരുന്നു. മാത്രമല്ല, ഇന്ത്യ ഉൾപ്പെടെയുള്ള ചേരിചേരാ രാഷ്ട്രങ്ങൾ ചിലപ്പോഴെങ്കിലും യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും പൊതുവെ അന്താരാഷ്ട്ര രംഗത്തെ സംഘർഷങ്ങളും യുദ്ധങ്ങളും തടയുന്നതിന് സഹായകമായ നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യ സമയത്ത് നമുക്കറിയാം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഈ ചില സമയത്തൊക്കെ യുദ്ധങ്ങളിൽ പങ്കെടുക്കേണ്ട അവസ്ഥ ഇന്ത്യക്കും വന്നിട്ടുണ്ടായിരുന്നു. കാരണം രണ്ടാം ലോകയുദ്ധം നടക്കുന്ന കാലത്തൊക്കെ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഇന്ത്യ ആ ഒരു സമയത്ത് യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും പൊതുവെ യുദ്ധങ്ങളും സംഘർഷങ്ങളും തടയുന്നതിനുള്ള അതിന് സഹായകരമായ നടപടികളാണ് ഇന്ത്യയും അതുപോലെ ഇതിലുള്ള മറ്റു രാജ്യങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. ഇനി ഈ ചാപ്റ്ററിലെ അടുത്ത ടോപ്പിക്കാണ് നവ അന്തർദേശീയ സാമ്പത്തിക ക്രമം. ഇംഗ്ലീഷിലെ ന്യൂ ഇന്റർനാഷണൽ എക്കണോമിക് ഓർഡർ എന്ന് പറയും. ഇതും ചേരിചേരാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടൊരു ടോപ്പിക് തന്നെയാണ്. ഇവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ചേരിചേരാ രാഷ്ട്രങ്ങൾ വെറുതെ ഒരു ചേരിയിലും പെടാതെ നിൽക്കുക മാത്രമല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരെ മറിച്ച് അവർക്ക് മറ്റൊരു ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട രണ്ട് കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു മുമ്പ് തന്നെ. അതായത് അവർ പല രാജ്യങ്ങൾക്കിടെ ഒരു മധ്യസ്ഥത വഹിച്ചിട്ടുണ്ടായിരുന്നു, പല യുദ്ധങ്ങൾ ഒഴിവാക്കാൻ അവർ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതുകൂടാതെ മറ്റൊരു ലക്ഷ്യം കൂടെ അവർക്കുണ്ടായിരുന്നു. അതായത് ഈ സമയത്ത് ചേരിചേരാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട മിക്കവാറും എല്ലാ രാഷ്ട്രങ്ങളും ദരിദ്ര രാഷ്ട്രങ്ങളായിരുന്നു. ദരിദ്രരായിട്ടുള്ള മൂന്നാം ലോക രാജ്യങ്ങളായിരുന്നു ഈ ചേരിചേരാ പ്രസ്ഥാനം ബന്ധപ്പെട്ട മിക്കവാറും എല്ലാ രാഷ്ട്രങ്ങളും. അപ്പോൾ അവിടെ നിന്ന് കാര്യം നമുക്ക് മനസ്സിലാക്കാം, ഇവരുടെ ഈ മധ്യസ്ഥത വഹിക്കുക അല്ലെങ്കിൽ ഒരു ചേരിയിലും പെടാതെ നിൽക്കുക എന്ന ലക്ഷ്യത്തിന് പുറമെ ഇവർക്കുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ചേരിചേരാ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ദരിദ്രരായിട്ടുള്ള അംഗങ്ങളെ, ദരിദ്രരായിട്ടുള്ള രാജ്യങ്ങളെ അവരുടെ ഉന്നമനം കൂടിയായിരുന്നു ഈ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ മറ്റൊരു ലക്ഷ്യം. അപ്പൊ അങ്ങനെ ഈ ചേരിചേരാ പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന ദരിദ്ര രാഷ്ട്രങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഈ ചേരിചേരാ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചൊരു പുതിയൊരു ആശയമാണ് നമ്മൾ ഹെഡിങ് ആയിട്ട് പറഞ്ഞ നവ അന്തർദേശീയ സാമ്പത്തിക ക്രമം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അവർക്ക് അറിയാമായിരുന്നു ഈ ചേരിചേരാ പ്രസ്ഥാനത്തിലെ ദരിദ്ര രാജ്യങ്ങളുടെ ഉന്നമനത്തിന് ആദ്യം വേണ്ടത് സുസ്ഥിരമായ വികസനമാണ്. അല്ലെങ്കിൽ അവർ ഇപ്പോഴും നമുക്കറിയാം ഈ ചേരിചേരാ പ്രസ്ഥാനത്തിലെ ദരിദ്ര രാജ്യങ്ങളെല്ലാം മുമ്പ് കൊളോണിയൽ ശക്തികളുടെ കീഴിലായിരുന്നു. ഇന്ത്യ ഉൾപ്പെടെ കൊളോണിയൽ ഭരണത്തിന്റെ കീഴിലായിരുന്നു. അപ്പൊ ഇനിയെങ്കിലും അവിടെ സുസ്ഥിരമായ വികസനം കൊണ്ടുവന്നില്ലെങ്കിൽ, അതിലൂടെ അവർക്കൊരു സാമ്പത്തിക ഉന്നമനം കൈവരിക്കാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും അവർ ആ കൊളോണിയൽ ഭരണത്തെ ആശ്രയിക്കേണ്ടി വരുമെന്ന് ഈ ചേരിചേരാ പ്രസ്ഥാന നേതാക്കൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇവരുടെ ഉന്നമനത്തിൽ ലക്ഷ്യം വെച്ച ഒരു പദ്ധതിയായിരുന്നു, ഒരു ആശയമായിരുന്നു ഈ നവ അന്തർദേശീയ സാമ്പത്തിക ക്രമം. ഇതിന് മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ദരിദ്ര രാജ്യങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തൊരു ടേം എന്ന് പറയുന്നത്, ദരിദ്ര രാജ്യങ്ങൾക്ക് പകരം ഇവിടെ കൊടുത്തിട്ട് മറ്റൊരു ടേം എന്ന് പറയുന്നത് അല്പ വികസിത രാജ്യങ്ങൾ എന്നാണ്. ഇംഗ്ലീഷിലെ LDs എന്ന് കൊടുത്തിട്ടുണ്ടാവും ബ്രാക്കറ്റിലെ ടെക്സ്റ്റ് ബുക്കിലെ. അതിന്റെ ഫുൾ ഫോം ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് എന്നാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ അല്പ വികസിത രാജ്യങ്ങളുടെ ഉന്നമനം ലക്ഷ്യം വെച്ച്, പ്രത്യേകിച്ചും സാമ്പത്തിക ഉന്നമനം ലക്ഷ്യം വെച്ച് കൊണ്ടുവന്ന ഒരു പുതിയ ആശയമായിരുന്നു ഈ നവ അന്തർദേശീയ സാമ്പത്തിക ക്രമം.
മാത്രമല്ല 1972 യുണൈറ്റഡ് നേഷൻസ്, അതായത് ഐക്യരാഷ്ട്രസഭയുടെ ഒരു കോൺഫറൻസ് നടക്കുകയുണ്ടായി, ഒരു സമ്മേളനം. അതിന്റെ പേരായിരുന്നു യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്. അതായത് വ്യാപാരത്തിനും അതുപോലെ മറ്റ് വികസനത്തിനും വേണ്ടി അത് ലക്ഷ്യം വെച്ച് നടന്ന ഒരു കോൺഫറൻസ് ആയിരുന്നു ഈ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്, ചുരുക്കി UNCTAD എന്ന് പറയും. അപ്പൊ ഈ സമ്മേളനത്തിലും ഈ കോൺഫറൻസിലും അവര് ഈ ചേരിചേരാ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ കോൺഫറൻസിൽ ഒന്നുകൂടെ അവർ ഊന്നി പറഞ്ഞിട്ടുള്ളത്. ഇതിൽ 4 കാര്യങ്ങളാണ് അവർ ഈ കോൺഫറൻസ് ചർച്ച ചെയ്തത്. ഒന്ന്, പാശ്ചാത്യ വികസിത രാഷ്ട്രങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന പ്രകൃതി വിഭവങ്ങളുടെ മേൽ നിയന്ത്രണം അല്പവികസിത രാഷ്ട്രങ്ങൾക്ക് നൽകുക. അതായത് മുമ്പ് നമുക്ക് ഇന്ത്യ ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം ബ്രിട്ടീഷുകാരും മറ്റ് വിദേശ ശക്തികളെല്ലാം ഇവിടുന്ന് കൊള്ളയടിച്ച് കൊണ്ടുപോവാണ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നേരെ മറ്റു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കായിരുന്നു ശരിക്കും ആ വിഭവങ്ങളുടെ മേൽ എല്ലാ അധികാരവും ഉണ്ടാകേണ്ടിയിരുന്നത്. എന്നാൽ നമ്മുടെ മേൽ അതിനുള്ള അധികാരമൊക്കെ എടുത്തു കളയുകയും അവർ ആ വിഭവങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇവിടെ ഈ കോൺഫറൻസിൽ അത് പറഞ്ഞ കാര്യം നേരെ തിരിച്ചാണ്. ഇനിയെങ്കിലും ഈ അല്പവികസിത രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ LDC, ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിന് അവരുടേതായിട്ടുള്ള വിഭവങ്ങളുടെ മേലുള്ള അധികാരം വിട്ടു നൽകണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. പാശ്ചാത്യ വികസിത രാഷ്ട്രങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന പ്രകൃതി വിഭവങ്ങളുടെ മേൽ നിയന്ത്രണം അല്പവികസിത രാഷ്ട്രങ്ങൾക്ക് നൽകണം. അതായിരുന്നു അതിലെ ഒന്നാമത്തെ അവർ ചർച്ച ചെയ്ത ആശയം. ഇനി രണ്ടാമത്തേതായിരുന്നു, ദരിദ്ര രാജ്യങ്ങൾക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ അല്പവികസിത രാജ്യങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് പാശ്ചാത്യ വിപണികളിലേക്ക് പ്രവേശനം അനുവദിക്കുക. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് അങ്ങനെ വിഭവങ്ങൾക്ക് മേലുള്ള അധികാരം കൊടുത്താൽ മാത്രം പോരാ. ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞാൽ അതായിരുന്നല്ലോ, അവർക്ക് വിഭവങ്ങളുടെ മേൽ ഇനിയെങ്കിലും അധികാരം വിട്ടു നൽകണം. അങ്ങനെ കൊടുത്താൽ മാത്രം പോരാ, അവർക്ക് ആ വിഭവങ്ങൾ ഉപയോഗിച്ച് നേട്ടം ഉണ്ടാക്കാനും സാധിക്കണം. അത് എങ്ങനെയാണ് ആ വിഭവങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുക? നമുക്ക് ആ വിഭവങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഈ വിഭവങ്ങൾ വിൽക്കാൻ കഴിയുകയോ ചെയ്യണം. അല്ലെങ്കിൽ ഇത് നമുക്ക് വിപണി കണ്ടെത്താൻ കഴിയണം. അപ്പൊ അതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞത്. ഇങ്ങനെ ഈ ദരിദ്ര അല്ലെങ്കിൽ അല്പവികസിത രാജ്യങ്ങൾക്ക് വിഭവങ്ങൾ വെച്ച് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യങ്ങൾ, വിപണി ഇവർക്ക് വേണ്ടി തുറന്നു കൊടുക്കണം, ഇവർക്കൊരു മാർക്കറ്റ് കണ്ടെത്താൻ സഹായിക്കണം എന്നാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. ദരിദ്ര രാജ്യങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ അല്പവികസിത രാജ്യങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് പാശ്ചാത്യ വിപണികളിലേക്ക് പ്രവേശനം അനുവദിക്കണം. ഇനി മൂന്നാമത്തെ പോയിന്റാണ്, പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സാങ്കേതിക വിദ്യയുടെ ചിലവ് കുറയ്ക്കുക. അതായത് നമുക്കറിയാം, ഈ അല്പവികസിത രാജ്യങ്ങൾ അല്ലെങ്കിൽ ദരിദ്ര രാജ്യങ്ങൾ ഇവർക്കും സാങ്കേതിക വിദ്യ ആവശ്യമാണ്. ഈ ഒരു ആധുനിക യുഗത്തിൽ ജീവിക്കണമെങ്കിൽ അവർക്ക് സാങ്കേതിക വിദ്യ ആവശ്യമാണ്. അപ്പൊ ഈ സാങ്കേതിക വിദ്യ പലപ്പോഴും നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നാണ്. പക്ഷെ അതിന്റെ ചെലവ് വളരെ ഏറിയതാണ്. അത് ചിലപ്പോൾ ഈ അല്പവികസിത രാജ്യങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും. അപ്പൊ ഇവിടെ UN പറഞ്ഞ ഈ കോൺഫറൻസിൽ പറഞ്ഞ കാര്യം ഇതാണ്, അതിന്റെ ചെലവുകൾ കുറയ്ക്കണം. അതായത് ഈ അല്പവികസിത രാജ്യങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സാങ്കേതിക വിദ്യയുടെ ചെലവ് കുറയ്ക്കാൻ വേണ്ടി പാശ്ചാത്യ രാജ്യങ്ങൾ ശ്രമിക്കണം എന്നാണ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സാങ്കേതിക വിദ്യയുടെ ചെലവ് കുറയ്ക്കുക. ഇനി നാലാമത്തേത് അവസാനമായ പോയിന്റാണ്, അന്തർദേശീയ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ അല്പവികസിത രാജ്യങ്ങൾക്ക് വർദ്ധിച്ച പങ്കാളിത്തം അനുവദിക്കുക. നമുക്കറിയാം, ഇന്റർനാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സാമ്പത്തിക സ്ഥാപനങ്ങളുണ്ട്. ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ തന്നെ കാണാൻ പറ്റുന്ന ഒന്നാണ് WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടന. അപ്പൊ അതിലൊക്കെ പലപ്പോഴും കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾക്കാണ് അവിടെ കൂടുതൽ പ്രാധാന്യം. പ്രത്യേകിച്ച് അമേരിക്കയുള്ള രാജ്യങ്ങൾക്കാണ് ഇത്തരം അന്തർദേശീയ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ പ്രാധാന്യം. അവരാണ് കൂടുതൽ അതിന്റെ ഭൂരിഭാഗം, അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം അവരാണ് കൈയാളിയിട്ടുണ്ടാവുക. മിക്കവാറും ഇതിനെല്ലാം മേധാവികൾ അമേരിക്ക എന്നുള്ള ആളുകളോ അല്ലെങ്കിൽ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ആളുകളോ ആയിരിക്കും. എന്നാൽ ഇവിടെ ഈ കോൺഫറൻസ് അത് പറഞ്ഞ കാര്യം അങ്ങനെ മാത്രം പാടില്ല. ഈ അല്പവികസിത രാജ്യങ്ങൾക്ക് കൂടി അതിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണം ഈ അന്താരാഷ്ട്ര അല്ലെങ്കിൽ അന്തർദേശീയ സാമ്പത്തിക സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ്. നാലാമത്തെ അവസാനത്തെമായ പോയിന്റിൽ പറയുന്നത്, അന്തർദേശീയ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ അല്പവികസിത രാജ്യങ്ങൾക്ക് വർദ്ധിച്ച പങ്കാളിത്തം അനുവദിക്കണം.
അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു 1970 മധ്യത്തോടു കൂടി ഈ ചേരിചേരാ പ്രസ്ഥാനങ്ങളുടെ പ്രധാന ലക്ഷ്യം സാമ്പത്തിക ലക്ഷ്യമായി മാറുകയുണ്ടായി. നമ്മൾ കണ്ടു 1961 ഈ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ സമ്മേളനം ബൽഗേറിയയിൽ വെച്ച് ചേർന്നത്. എന്നാൽ ആ സമയത്ത് ഇവരുടെ പ്രധാന ലക്ഷ്യം സാമ്പത്തികമായിരുന്നില്ല, മറിച്ച് ഈ ചേരിചേരാ പ്രസ്ഥാന രാജ്യങ്ങൾ ഒന്നിപ്പിക്കുക, മറ്റു രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതിനൊക്കെ ഒരു മധ്യസ്ഥനായിട്ട് വർത്തിക്കുക. അതായിരുന്നു ഈ സമയത്ത് ഈ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട നയം. എന്നാൽ ഈ 1970 മധ്യത്തോടു കൂടി ഇവരുടെ ലക്ഷ്യം കൂടുതൽ സാമ്പത്തിക കേന്ദ്രീകൃതമായി മാറുകയുണ്ടായി. അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത നവസാമ്പത്തിക ക്രമമൊക്കെ അവര് കൊണ്ടുവന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ 1980-കളിൽ ഈ മറ്റ് വൻ ശക്തികൾ, അതായത് പാശ്ചാത്യ ശക്തികൾ, അവര് സംഘടിതരാകുകയും ഇങ്ങനെ ഇവർ മുന്നോട്ട് വെച്ച ഈ പുതിയ ആശയങ്ങൾ അവര് എതിർക്കുകയും ചെയ്തു. അപ്പൊ അവരുടെ ഈ സമ്മർദ്ദം മൂലം ഈ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഈ നയങ്ങൾക്ക് അധികകാലം ഒന്നും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരികയും ചെയ്തു. അതായത് 1980-കളുടെ അവസാനത്തിലാണ് ഇത് വരുന്നത്. 1980-കളുടെ അവസാനത്തോടെ ഇപ്പൊ ഇവർ മുന്നോട്ട് വെച്ച ഈ നവ അന്തർദേശീയ സാമ്പത്തിക ക്രമത്തിനുള്ള ഈ ഒരു ഉദ്യമങ്ങൾക്ക് മങ്ങലേൽക്കുകയുണ്ടായി. ചേരിചേരാ രാജ്യങ്ങളാവട്ടെ ഈ എതിർപ്പുകളുടെ പശ്ചാത്തലത്തിൽ തങ്ങൾക്കിടയിൽ ഐക്യം നിലനിർത്തുന്നതിന് പ്രയാസപ്പെടുകയും ചെയ്തു. കാരണം നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ ഈ ചേരിചേരാ പ്രസ്ഥാനത്തിലെ മിക്ക രാജ്യങ്ങളും ദരിദ്ര രാഷ്ട്രങ്ങളാണ്. അപ്പൊ ഈ വൻ രാജ്യങ്ങൾ സംഘടിതരായി നിൽക്കുകയും ഇവർക്കെതിരെ തിരിയുകയും ചെയ്തപ്പോൾ അവരുടെ സമ്മർദ്ദ മൂലം ഇവർക്ക് അധികകാലം ഒന്നും ഈ ചേരിചേരാ പ്രസ്ഥാനത്തിന് ഈ സാമ്പത്തിക ആശയങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള അടുത്ത ടോപ്പിക്കാണ് ശീത സമരവും ഇന്ത്യയും, അല്ലെങ്കിൽ ശീതയുദ്ധവും ഇന്ത്യയും. അതായത് ഇന്ത്യ എന്ത് പങ്കാണ് ഈ ശീത സമരത്തിൽ ഇന്ത്യ വഹിച്ചിട്ടുള്ളതെന്നാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടതുപോലെ ഇന്ത്യയാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത ഒരു പ്രധാനപ്പെട്ട രാജ്യം. മറ്റു 4 രാജ്യങ്ങളുടെ പേര് നമ്മൾ പറഞ്ഞിരുന്നു, അതിലൊന്ന് ഇന്ത്യ ആയിരുന്നു. അപ്പൊ ഇന്ത്യയുടെ മധ്യസ്ഥ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ചില ദോഷങ്ങളും ഇന്ത്യക്ക് ഈ ചേരിചേരാ പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചില സഹായങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇന്ത്യക്ക്. എന്നാൽ അതേസമയം ചില ദോഷങ്ങളും ഈ ചേരിചേരാ പ്രസ്ഥാനത്തിൽ അംഗമായതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 2 വസ്തുക്കളാണ് നമ്മൾ ഈ അടുത്ത ഈ ടോപ്പിക്കിൽ ചർച്ച ചെയ്യുന്നത്. ചേരിചേരാ പ്രസ്ഥാനം കൊണ്ട് ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ള സഹായങ്ങളും എന്നാൽ അതിന്റെ ചില ദോഷവശങ്ങളും. നമുക്ക് ആദ്യം എങ്ങനെയാണ് ഈ ചേരിചേരാ പ്രസ്ഥാനം ഇന്ത്യയുടെ താല്പര്യങ്ങളെ സഹായിച്ചത് നോക്കാം. 2 രീതിയിലാണ് ഇന്ത്യയെ ഈ ചേരിചേരാ പ്രസ്ഥാനം സഹായിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത്, വൻ ശക്തികളുടെയും രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾക്ക് ഉപരിയായിട്ട് അന്തർദേശീയ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനും നിലപാട് സ്വീകരിക്കാനും ചേരിചേരാ പ്രസ്ഥാനം ഇന്ത്യയെ സഹായിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ 2 വൻ ചേരികൾ ഉണ്ടായിരുന്നു, സോവിയറ്റ് ചേരിയും അമേരിക്കൻ ചേരിയും. പല രാജ്യങ്ങളും, മിക്കവാറും രാജ്യങ്ങളും എല്ലാം ഈ 2 ചേരിയുടെ ഏതെങ്കിലും ഒരു ചേരിയുടെ ഭാഗമായി നിന്നിരുന്നു. എന്നാൽ ഇന്ത്യ 2നെയും സഹായിക്കാതെ കുറച്ച് അകന്നു നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ 2 വൻ ശക്തികളെയും പേടിക്കാതെ തന്നെ അന്തർദേശീയ വിഷയങ്ങളിൽ ധീരമായിട്ട് ഇന്ത്യയുടെ അഭിപ്രായം പറയാൻ ഈ ചേരിചേരാ പ്രസ്ഥാനം ഇന്ത്യയെ സഹായിച്ചു. കാരണം ഇന്ത്യ ഒന്നിന്റെയും ഭാഗമല്ല. അപ്പൊ ഇന്ത്യ അമേരിക്കെതിരായി പറഞ്ഞാലും കുഴപ്പമില്ല, സോവിയറ്റിനെതിരായി പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം ഇന്ത്യ ഒന്നിന്റെയും ഭാഗമല്ല. അപ്പൊ ആരും പിണങ്ങും എന്നുള്ളൊരു പ്രശ്നമൊന്നും ഇന്ത്യക്ക് അവിടെ വരുന്നില്ല. അതാണ് ഒന്നാമത്തത്. ഈ വൻ ശക്തികളുടെയും അവരുടെ താല്പര്യങ്ങൾക്ക് ഉപരിയായിട്ട് അന്തർദേശീയ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ ഈ ചേരിചേരാ പ്രസ്ഥാനം ഇന്ത്യയെ സഹായിച്ചു. അപ്പൊ ഇതിന്റെ ഭാഗമായതുകൊണ്ട് മാത്രമാണ് ഇന്ത്യക്ക് അങ്ങനെ ഒരു ധീരമായ നിലപാട് എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ 2ാമത്തെ പോയിന്റാണ്, ഒരു വൻ ശക്തിക്കെതിരായി മറ്റൊന്നിനെ സന്തുലനം ചെയ്യാൻ പലപ്പോഴും ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു വൻ ശക്തി ഇന്ത്യയെ അവഗണിക്കുകയോ അമിതമായി സമ്മർദ്ദത്തിലാക്കുകയോ ചെയ്യുന്നുവെന്ന് ഇന്ത്യക്ക് തോന്നിയാൽ അടുത്ത വൻ ശക്തിയിലേക്ക് അടുക്കുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സഖ്യത്തിനും ഇന്ത്യയെ പരിഗണിക്കാതിരിക്കാനോ ഭീഷണിപ്പെടുത്താനോ സാധിക്കുമായിരുന്നില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെ എവിടെയും വരുന്നത്, ഇന്ത്യ ഈ 2 ശക്തിയുടെയും ഭാഗമായിരുന്നില്ല. ഇന്ത്യ സോവിയറ്റ് യൂണിയന്റെയോ അമേരിക്കൻ ചേരിയുടെയോ ഭാഗമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ശക്തി ഇപ്പോൾ ഏതെങ്കിലും ഒരു ചേരി അല്ലെങ്കിൽ ആ ചേരിയിൽപ്പെട്ട ഒരു രാജ്യം ഇന്ത്യയെ അവഗണിക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യയെ വല്ലാതെ തീർത്തും അവഗണിക്കുക അല്ലെങ്കിൽ തീരെ സമ്മർദ്ദത്തിലാക്കുക എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ അവഗണിച്ചുകൊണ്ട് മറ്റൊരു രാജ്യവുമായിട്ട് ഇന്ത്യ സഖ്യത്തിലാവുമായിരുന്നു. സഖ്യം എന്ന് പറയുന്നത് ഒരു സൗഹൃദത്തിലാവുമായിരുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരുന്നില്ല. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ അതിനൊക്കെ സഹായിച്ചത് ഈ ചേരിചേരാ പ്രസ്ഥാനത്തിൽ അംഗമായത് കൊണ്ട് തന്നെയാണ്. ഒരു രാജ്യത്തിനും ഇന്ത്യ അവഗണിക്കാനോ സമ്മർദ്ദത്തിലാക്കുവാനോ കഴിയുമായിരുന്നു. കാരണം അവർക്കറിയാം
ഞങ്ങളിപ്പോൾ ഇന്ത്യ അവഗണിച്ചാലും ഇന്ത്യ മറ്റൊരു രാജ്യം ഇന്ത്യയെ സഹായിക്കും. കാരണം ഇന്ത്യ ഒന്നിന്റെയും ഒരു ചേരിയുടെയും ഭാഗമല്ല. അപ്പൊ ചുരുക്കത്തിൽ ഇങ്ങനെയൊക്കെയാണ് ചേരിചേരാ പ്രസ്ഥാനത്തിൽ അംഗമായത് ഇന്ത്യയെ സഹായിച്ചത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഈ ചേരിചേരാ പ്രസ്ഥാനത്തിൽ അംഗമായതുകൊണ്ട് ഇന്ത്യക്ക് ചില ദോഷങ്ങളും വന്നിട്ടുണ്ടെന്ന് ചില വിമർശകരെങ്കിലും പറയുന്നുണ്ട്. നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട 2 വിമർശനങ്ങൾ. അതായത് ഇന്ത്യ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായതുകൊണ്ട് ഉണ്ടായിട്ടുള്ള 2 ദോഷങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയുടെ ചേരിചേരാ നയത്തെ തത്വരഹിതം എന്ന് ചില വിമർശകർ കുറ്റപ്പെടുത്തുന്നുണ്ട്. ദേശീയ താല്പര്യം പിന്തുടരുന്നതിന്റെ പേരിൽ ഇന്ത്യ നിർണായക അന്തർദേശീയ പ്രശ്നങ്ങളിൽ ഉറച്ച നിലപാടെടുക്കാൻ പലപ്പോഴും വിസമ്മതിച്ചു എന്നും ആരോപിക്കപ്പെടുന്നുണ്ട്. അതായത് ഇന്ത്യ 2 ചേരിയുടെയും ഭാഗമായിരുന്നില്ല. ഇപ്പം നേരത്തെ പറഞ്ഞപ്പോൾ ഇന്ത്യക്ക് ഏത് പ്രശ്നത്തിനെ പറ്റിയിട്ടും ധീരമായിട്ടുള്ള അഭിപ്രായം പറയാം, കാരണം ഇന്ത്യ 2ന്റെയും ഭാഗമല്ലാത്തതുകൊണ്ട് തന്നെ. പക്ഷേ ചില ആളുകളിലും കുറ്റപ്പെടുത്തുന്നത് ഇന്ത്യ പലപ്പോഴും ഇന്ത്യയുടെ താല്പര്യം മാത്രം സംരക്ഷിക്കാനാണ് ശ്രമിച്ചത്. അതാണ് പറയുന്നത് ദേശീയ താല്പര്യമാണ് ഇന്ത്യ പലപ്പോഴും പിന്തുടർന്നത്. ഇപ്പൊ 2 രാജ്യങ്ങൾ തമ്മിൽ മധ്യസ്ഥത വഹിക്കുമ്പോഴും ഇന്ത്യ ഇന്ത്യയുടെ താല്പര്യം മുൻനിർത്തിയാണ് ആ പ്രശ്നങ്ങളെല്ലാം ഇടപെട്ടതെന്നാണ് ചില വിമർശകരെങ്കിലും കുറ്റപ്പെടുത്തുന്നത്. അതാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. ഇന്ത്യയുടെ ചേരിചേരാ നയത്തെ തത്വരഹിതമെന്ന് ചില ആളുകൾ കുറ്റപ്പെടുത്തുന്നു. അതായത് ദേശീയ താല്പര്യം പിന്തുടരുന്നതിന്റെ പേരിൽ ഇന്ത്യ ചില അന്തർദേശീയ പ്രശ്നങ്ങളിൽ ഉറച്ച നിലപാടെടുക്കാൻ പലപ്പോഴും വിസമ്മതിച്ചിരുന്നു. അതാണ് ഒന്നാമത്തെ ദോഷമായിട്ട് ചില വിമർശകരെങ്കിലും ഇതിനെ കാണുന്നത്. ഇനി രണ്ടാമത്തെ ദോഷവശമാണ് ഇന്ത്യ അസ്ഥിരവും വൈരുദ്ധ്യാത്മകവുമായ നിലപാടുകളാണ് എടുത്തത്. മറ്റ് രാജ്യങ്ങൾ സഖ്യങ്ങളിൽ ചേരുന്നതിനെ വിമർശിച്ചപ്പോൾ തന്നെ 1971 ഓഗസ്റ്റിൽ ഇന്ത്യ സോവിയറ്റ് യൂണിയനുമായി 20 വർഷത്തേക്കുള്ള സൗഹൃദ കരാർ ഒപ്പുവെച്ചു. ഇത് പരമാർത്ഥത്തിൽ ഇന്ത്യ സോവിയറ്റ് യൂണിയനുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നു എന്ന ചിന്ത മറ്റ് രാഷ്ട്രങ്ങൾക്ക് ഉണ്ടായി. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ 2 ചേരിയുടെയും ഭാഗമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു രാജ്യങ്ങളുമായിട്ടും സഖ്യത്തിൽ ഏർപ്പെട്ടിരുന്നില്ല. കൂടാതെ സഖ്യത്തിൽ ഏർപ്പെടുന്നതിനെ ഇന്ത്യ വിമർശിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ 1971 ഇന്ത്യ സോവിയറ്റ് യൂണിയനുമായിട്ട് ഒരു കരാർ ഒപ്പുവെക്കുണ്ടായി. അതൊരു സഖ്യത്തിൽ ഏർപ്പെടാനുള്ള കരാറായിരുന്നില്ല, അത് തികച്ചും ഒരു സൗഹൃദ കരാറായിരുന്നു. പക്ഷെ എന്നിരുന്നാലും മറ്റ് രാജ്യങ്ങളിൽ അതൊരു വേറെ ചിന്ത ഉണ്ടാക്കിയത്. അപ്പൊ ഇന്ത്യ മറ്റു രാജ്യങ്ങൾ സഖ്യത്തിൽ ഏർപ്പെടരുതെന്ന് പറയുകയും ഇന്ത്യ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രധാന അംഗമാവുകയും എന്നാൽ അതേ സമയം തന്നെ ഇന്ത്യ ഈ സോവിയറ്റ് യൂണിയനുമായിട്ടൊരു കരാർ ഒപ്പുവെക്കുകയും ചെയ്തു. അപ്പൊ അത് പല വിമർശകരും എടുത്തു കാണിക്കാറുണ്ട്. മറ്റൊന്ന്, ബംഗ്ലാദേശ് സംഘർഷകാലത്ത് നയതന്ത്ര സൈനിക പിന്തുണ ഉറപ്പുവരുത്തുകയായിരുന്നു എന്നാണ് ഇതിനോടുള്ള ഇന്ത്യൻ ഗവൺമെന്റ് പ്രതികരണം. എന്നാൽ ഇന്ത്യ ഈ വിമർശനത്തെ തള്ളിക്കളയാണ് ചെയ്തത്. അവർ പറഞ്ഞത് ആ സമയത്ത് ബംഗ്ലാദേശുമായിട്ട് പ്രശ്നം നടക്കുന്ന സമയമായിരുന്നു. അപ്പൊ ആ സമയത്ത് അവർ ഈ സോവിയറ്റ് യൂണിയൻ ചെറിയൊരു സഹകരണം ഉറപ്പാക്കാൻ വേണ്ടി നടത്തിയൊരു സൗഹൃദ ഉടമ്പടി മാത്രമായിരുന്നു എന്നാണ് ഇന്ത്യ അതിനെപ്പറ്റി പ്രതികരിച്ചത്. കൂടാതെ പ്രസ്തുത കരാർ US ഉൾപ്പെടെയുള്ള ഇതര രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നതിന് ഇന്ത്യയെ തടയുന്നുമില്ല എന്നിവർ ചൂണ്ടിക്കാണിച്ചു. അതായത് സോവിയറ്റ് യൂണിയനുമായിട്ടാണ് ഇന്ത്യ കരാർ ഒപ്പുവെച്ചത്. അപ്പോൾ അപ്പുറത്തെ ചേരിയാണ് അമേരിക്ക. അപ്പൊ അമേരിക്ക ഇന്ത്യയുമായിട്ട് ഇടയില്ലേ, പിന്നെ അമേരിക്കയുമായിട്ട് ഇന്ത്യക്ക് സൗഹൃദം സ്ഥാപിക്കുന്നതിന് ഈ ഒരു ഉടമ്പടി തടസ്സമാവില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഇന്ത്യ പറഞ്ഞത് ഇല്ല, ഇതൊരു സൗഹൃദ കരാർ മാത്രമാണ്, ഇതേപോലെ തന്നെ ഞങ്ങൾക്ക് US കരാർ ഒപ്പുവെക്കാൻ സാധിക്കും, ഈ സോവിയറ്റ് യൂണിയനുമായി ഉണ്ടായ കരാർ ഒരു തരത്തിലും ഇന്ത്യ US സൗഹൃദത്തെ ബാധിക്കില്ല എന്നൊക്കെയാണ് ഇന്ത്യ ഇതിനെതിരെ പ്രതികരിച്ചത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ചേരിചേരാ പ്രസ്ഥാനത്തിൽ അംഗമായതുകൊണ്ട് ഇന്ത്യക്ക് പല ഗുണങ്ങളും അതേസമയം ചില ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നാണ് ചുരുക്കം. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഏകദേശം അവസാന ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1991 സോവിയറ്റ് യൂണിയൻ തകരുകയുണ്ടായി. അവിടുത്തെ ചില ഭരണാധികാരികളുടെ നയങ്ങൾ മൂലം സോവിയറ്റ് യൂണിയൻ തകർന്നു. അപ്പോൾ ഇവിടെ ഈ സോവിയറ്റ് യൂണിയൻ തകരുക എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ശീതസമരത്തിന്റെ അവസാനം കൂടിയാണ്. കാരണം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ ശീതസമരം എന്ന് പറയുന്നത് അമേരിക്കൻ ചേരിയും സോവിയറ്റ് ചേരിയും തമ്മിലുള്ള ഒരു സമരമായിരുന്നല്ലോ. അപ്പൊ ഇപ്പോൾ അവിടെ സോവിയറ്റ് ചേരി ഇല്ല, അത് തീർത്തും അപ്രത്യക്ഷമായി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതോടുകൂടി ശീതസമരവും അവസാനിക്കുകയായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഈ ശീതസമരം കൊണ്ട് ദരിദ്ര രാജ്യങ്ങൾക്കുണ്ടായ ഗുണം എന്ന് പറയുന്നത് അവരെ മുമ്പ് ആശ്രയിച്ചിരുന്നത് അവരെ മുമ്പ് ഭരിച്ചിരുന്ന കൊളോണിയൽ ശക്തികളെയായിരുന്നു. ഇപ്പൊ ഇന്ത്യ ആണെങ്കിൽ ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളായിരുന്നു ഇന്ത്യ പണ്ട് ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഈ ശീതസമരത്തിന്റെ അവസാനത്തോടു കൂടി പ്രത്യേകിച്ച് ഈ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഇപ്പോൾ അവര് തീർത്തും
സ്വതന്ത്രരാണ്. അതായത് പ്രത്യേകിച്ചും സാമ്പത്തിക അടിസ്ഥാനത്തിൽ. ഇപ്പോൾ അവർക്ക് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ആവശ്യം, പ്രത്യേകിച്ച് മുമ്പ് വരെ ഭരിച്ചിരുന്ന കൊളോണിയൽ ശക്തികളെ ആശ്രയിക്കേണ്ട ആവശ്യം ഇപ്പോൾ അവർക്ക് ഇല്ല. അപ്പോൾ ഇതാണ് ഈ ശീതസമര കാലത്ത് പ്രത്യേകിച്ച് ഈ ദരിദ്ര രാജ്യങ്ങൾക്ക് ഉണ്ടായ ഒരു നേട്ടം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ അവസാനത്തെ ഒരു പോയിന്റായി ഡിസ്കസ് ചെയ്യാനുള്ളത്, നമ്മളൊരു ഭാഗത്ത് പറഞ്ഞതുപോലെ ഈ ശീതസമര കാലഘട്ടത്തിലെ രണ്ട് ചേരിലുംപ്പെട്ട രാജ്യങ്ങൾ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന കാര്യത്തിൽ മത്സരിക്കുകയായിരുന്നു. പക്ഷേ ഇടക്കാലത്ത് അവർ ഈ ആയുധങ്ങളുടെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ചും ആണവായുധങ്ങളുടെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഉടമ്പടികൾ അല്ലെങ്കിൽ കരാറുകൾ ഒപ്പുവെക്കേണ്ടായിട്ടുണ്ട്. നമുക്ക് അതിലെ ഒരു 6 പ്രധാനപ്പെട്ട കരാറുകളാണ് ഈ പാഠത്തിന്റെ അവസാന ഭാഗത്ത് ഇനി നോക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ കരാറായിരുന്നു പരിമിത പരീക്ഷണ നിരോധന ഉടമ്പടി, LTBT. ഇത് ഒപ്പുവെച്ചത് അമേരിക്ക, റഷ്യ, ബ്രിട്ടൻ എന്നീ 3 പ്രധാന ലോകശക്തികളാണ്. 1963 ഓഗസ്റ്റ് 5-നാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ചത് മോസ്കോയിൽ വെച്ച്. എന്നാൽ നിലവിൽ വന്ന വർഷം 1963 ഒക്ടോബർ 10-നാണ്. ഇപ്പം ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലും ബഹിരാകാശത്തും സമുദ്രാന്തർ ഭാഗങ്ങളിലുമുള്ള ആണവായുധങ്ങളുടെ പരീക്ഷണം പൂർണ്ണമായിട്ടും നിരോധിക്കുക എന്നുള്ളതായിരുന്നു. അതാണ് ഒന്നാമത്തത്, പരിമിത പരീക്ഷണ നിരോധന ഉടമ്പടി. രണ്ടാമത്തെ ഉടമ്പടിയാണ് ആണവായുധ നിർവ്യാപന കരാർ, NPT. ഇതിൽ ഒപ്പുവെച്ചത് 5 ആണവായുധ രാഷ്ട്രങ്ങളാണ്: അമേരിക്ക, റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന. 1968 ജൂലൈ 1-ന് വാഷിംഗ്ടൺ, ലണ്ടൻ, മോസ്കോ എന്നീ 3 ഇടങ്ങളിലായിട്ടാണ് ഈ കരാർ ഒപ്പുവെക്കപ്പെട്ടത്. എന്നാൽ നിലവിൽ വന്നത് 1970 മാർച്ച് 5-നാണ്. 1995-ലെ ഈ കരാറിന്റെ കാലാവധി കുറച്ചുകൂടെ ദീർഘിപ്പിച്ചു, കുറച്ചുകൂടെ നല്ല അനിശ്ചിത കാലത്തേക്ക് തന്നെ ഈ കരാറിന്റെ അത് ദീർഘിപ്പിക്കുകയുണ്ടായി. ഇനി എന്താണ് ഈ കരാറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം? ആണവശക്തി ആർജിച്ച രാജ്യങ്ങളെ മാത്രം ആണവായുധം കൈവശം വെക്കാൻ അനുവദിക്കുകയും മറ്റ് രാജ്യങ്ങളെ ആണവ കരുത്ത് ആർജിക്കുന്നതിൽ നിന്ന് തടയുകയും ചെയ്യുന്നു. ഇതാണ് ഈ കരാറിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ഇതാണ് ആണവായുധ നിർവ്യാപന കരാർ. ഇനി മൂന്നാമത്തെ കരാറായിരുന്നു സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്സ്. ഇത് 2 ടോക്സ് ഉണ്ടായിരുന്നു. ഇത് ടോക്സ് എന്ന് പറയുന്നത് ഇവിടെ നടന്ന ചില സന്ധി സംഭാഷണങ്ങളാണ്. 2 ഘട്ടമായിട്ട് നടന്നപ്പോൾ ഒന്നാമത്തിന് പറയുന്ന പേര് സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്സ് 1 എന്നും രണ്ടാം ഘട്ടത്തിന് സ്ട്രാറ്റജിക് ആം ലിമിറ്റേഷൻ ടോക്സ് 2 എന്നുമാണ്. നമുക്ക് ഒന്നാമത്തെ കാര്യം നോക്കാം, സ്ട്രാറ്റജിക് ആം ലിമിറ്റേഷൻ ടോക്സ് 1. ഇതിന്റെ ആദ്യഘട്ട ചർച്ചകൾ ആരംഭിച്ചത് 1969 നവംബർ മാസത്തിലാണ്. ഇതിൽ പങ്കെടുത്തത് സോവിയറ്റ് നേതാവായിട്ടുള്ള ബ്രഷ്നെയും അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള റിച്ചാർഡ് നിക്സണുമാണ്. 1972 മെയ് 26-നാണ് ഈ കരാറ് മോസ്കോയിൽ വെച്ച് ഔദ്യോഗികമായിട്ട് ഒപ്പുവെച്ചത്. ഇതിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ആന്റി ബാലിസ്റ്റിക് മിസൈൽ സംവിധാനം പരിമിതപ്പെടുത്താനുള്ള കരാർ ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നു. മറ്റൊന്ന്, പ്രത്യാക്രമണത്തിനുള്ള ആയുധങ്ങൾ പരിമിതപ്പെടുത്തുന്നതിനുള്ള ഒരു ഇടക്കാല കരാർ കൂടി ഇതിലുണ്ടായിരുന്നു. ഇത് ഔദ്യോഗികമായിട്ട് പ്രാബല്യത്തിൽ വന്നത് 1972 ഒക്ടോബർ 3-നാണ്. 1972 ഒക്ടോബർ 3-നാണ് ഔദ്യോഗികമായിട്ട് കരാർ പ്രാബല്യത്തിൽ വന്നത്. ഇതാണ് സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്സ് 1, ചുരുക്കി SALT-1 എന്നും അറിയപ്പെടുന്നു. ഇനി ഇതിന്റെ രണ്ടാം ഘട്ടമാണ് നോക്കുന്നത്, സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്സ് 2. 1972 നവംബറോടെയാണ് ഇതിന്റെ രണ്ടാം ഘട്ട സംഭാഷണങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ആ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നുള്ള ജിമ്മി കാർട്ടറും സോവിയറ്റ് നേതാവായിരുന്ന ബ്രഷ്നെയുമാണ് ഈ കരാറുകളിൽ ഒപ്പുവെച്ചത്. ഇത് ഒപ്പുവെച്ചത് 1979 ജൂൺ 18-നാണ് ഈ കരാറായിട്ട് ഒപ്പുവെച്ചത്. സംഭാഷണം തുടക്കം കുറിച്ച് വർഷം ആദ്യം പറഞ്ഞ 1972 നവംബർ, എന്നാൽ ഇതൊരു കരാറായി ഒപ്പുവെച്ച വർഷം 1979 ജൂൺ 18-ലാണ് വിയന്നയിൽ വെച്ചായിരുന്നു ഒപ്പിട്ടത്. ഇനി അടുത്ത കരാറാണ് സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി. ഇത് ഒപ്പുവെച്ചത് റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഗോർബച്ചേവും അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് ബുഷ് സീനിയറുമാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്ത്രപ്രധാന പ്രത്യാക്രമണ ആയുധങ്ങൾ കുറയ്ക്കുക. അതായിരുന്നു ഈ കരാറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇത് ഒപ്പുവെച്ചത് മോസ്കോയിൽ വെച്ചിട്ടായിരുന്നു 1991 ജൂലൈ 1-ന്. ഇനി ഇതിനും 2 ഘട്ടം ഉണ്ടായിരുന്നു.
ഇപ്പൊ നമ്മൾ പറഞ്ഞത് സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി 1 എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്സിന് 2 ഘട്ടങ്ങൾ ഉണ്ടായിരുന്ന പോലെ തന്നെ ഈ ഒരു കരാറിന് 2 ഘട്ടങ്ങളുണ്ട്. ഇപ്പൊ പറഞ്ഞത് സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി 1 ആണ്. ഇനി അവസാനമായി നോക്കാനുള്ളതാണ് സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി 2. ഇത് ഒപ്പുവെച്ചത് റഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന ബോറിസ് യെൽറ്റും അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് ബുഷ് സീനിയറുമായിരുന്നു ഒപ്പുവെച്ചത്. ഇത് ഒപ്പുവെച്ചത് മോസ്കോയിൽ വെച്ചാണ്. വർഷം 1993 ജനുവരി 3. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ആയുധ നിയന്ത്രണ ഉടമ്പടികൾ അല്ലെങ്കിൽ കരാറുകൾ.